ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. AD 225 ഫ്രാൻസിലെ നർബോൺ പട്ടണത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസ് ജനിച്ചു എന്നതാണ് പാരമ്പര്യം. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പിന്നീട് റോമിലേക്ക് പോയി. ബഹുമുഖ വ്യക്തിത്വമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു. പട്ടാളക്കാർ ചക്രവർത്തിയെ ആരാധിക്കണം എന്നതായിരുന്നു നിയമം. അത് അംഗീകരിക്കാൻ സെബസ്ത്യാനോസിന് കഴിഞ്ഞില്ല. ക്രിസ്തുവിനോടുള്ള തന്റെ വിശ്വാസം രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെയും പട്ടാളക്കാരുടെ ഇടയിൽ അദ്ദേഹം മിഷൻ പ്രവർത്തനം നടത്തി. രക്തസാക്ഷിത്വം ഭാഗ്യമായി കരുതിയിരുന്ന കാലഘട്ടമായിരുന്നു അത്. വേദനിക്കുന്നവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസ് സമർത്ഥനായിരുന്നു. ഒരു രഹസ്യദൂതൻ വഴി സെബസ്ത്യാനോസ് ക്രിസ്ത്യാനിയാണെന്ന് ചക്രവർത്തി മനസ്സിലാക്കി. ചക്രവർത്തി സെബസ്ത്യാനോസിനെ വിളിച്ച് കാര്യം അറിഞ്ഞു. ചക്രവർത്തിയോടും രാജ്യത്തോടും തന്റെ ഔദ്യോഗിക ചുമതലയോടും ഒട്ടും അവിശ്വസ്തത കാണിച്ചിട്ടില്ലെന്നും എന്നാൽ തന്റെ പവിത്രമായ മതവിശ്വാസം ആർക്കു വേണ്ടിയും ബലി കഴിക്കില്ല എന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു. സെബസ്ത്യാനോസിന്റെ കഴിവിലുള്ള വിശ്വാസം കണ്ട് ദേവന് ബലിയർപ്പിച്ച് ജീവൻ രക്ഷിക്കാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. സെബസ്ത്യാനോസ് വഴങ്ങിയില്ല. തീയിൽ ദഹിപ്പിക്കുമെന്ന് രാജാവ് ഭീഷണിപ്പെടുത്തി. തീയിൽ നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ നടക്കുന്നത് പോലെയാണെന്ന് സെബസ്ത്യാനോസ് പറഞ്ഞു. മരത്തിൽ ബന്ധിച്ച് അമ്പെയ്ത് കൊല്ലാൻ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വം മകുടം ചൂടി. സൈനിക സേവനം ഭക്തജീവിതത്തിന് പൊതുവെ സഹായകമല്ല. എന്നിട്ടും സെബസ്ത്യാനോസ് ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. അവിടുത്തെ പ്രതി രക്തം ചിന്തി. അദ്ദേഹത്തിന്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്. പകർച്ചവ്യാധികളുടെയും മാരാരോഗങ്ങളുടെയും സുഖപ്പെടുത്തുന്ന മധ്യസ്ഥനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അമ്പുകൾ ഏൽപ്പിക്കപ്പെട്ടപ്പോഴും പീഡനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ദൈവവിശ്വാസം തള്ളിപ്പറയാൻ അദ്ദേഹം ശ്രമിച്ചില്ല. വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിക്കുവാൻ, ആ വിശ്വാസത്തിനു വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തുവാൻ ഈ വിശുദ്ധന്റെ തിരുനാളിൽ വിശുദ്ധൻ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശ്വാസക്കുറവും മറ്റു വിധത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉടലെടുക്കുമ്പോഴും നമ്മുടെ വിശ്വാസത്തെ നാം കൂടെ ചേർത്ത് നിർത്തണം. അൾത്താരയിൽ ഹൃദയങ്ങൾ ഉറപ്പിക്കണം. ജീവിതത്തിൽ എന്തു വന്നാലും എന്റെ ദൈവത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല എന്ന ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ആകണം. പ്രിയപ്പെട്ടവരെ, അല്ല എങ്കിൽ നാമമാത്രം ക്രിസ്ത്യാനികളായി മാറുകയാണ് നാം ഓരോരുത്തരും. വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.